40,000 കോടി രൂപയുടെ സ്വത്താണ് കേരളത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പിണറായിയൊക്കെ ഉണ്ടാക്കുന്ന പണത്തിന് കണക്ക് വേണ്ടേ? എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, എനിക്ക് ഭയപ്പെടാനൊന്നുമില്ലെന്ന് നിയമസഭ പറഞ്ഞ പിണറായി വിജയൻ കരഞ്ഞുകൊണ്ട് എന്തിനാ ഹൈക്കോടതി പോയി? നേതാക്കന്മാർ ഒന്നും കാണിക്കാത്തൊരു ആർജവവും ചങ്കൂറ്റവുമാണ് ടോൺ ജോർജ് കാണിച്ചത്. അത് അവൻ എൻ്റെ മകനാണ്, അവൻ തന്തയ്ക്കാണ് പിറന്നത്. വീട്ടിൽ മാനസാനെ തോട്ടി മാനസാരും പുറകെ വന്നു, ഒറ്റ പിടുത്തം ഞാൻ പിടിച്ചു. തന്തയ്ക്ക് ഉറക്കാത്തൻ പറഞ്ഞു. കോൺഗ്രസ് എന്നാ പറയുന്നത്? കേരളത്തിലെ കോംപ്രമൈസ് പൊളിറ്റിക്സ് അല്ലെ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ്, ഇപ്പം പിന്നെ സ്വർണ്ണ കടത്ത്, ലാവ്ലിൻ, ഒരുപാട് വിഷയങ്ങളിൽ പലരും വിമർശനം ഉന്നയിക്കുന്നൊരു കാര്യമാണ് കേരളത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിനെ പറ്റി. അപ്പോൾ ഒരു പരിധിവരെ ഈ SFIO അന്വേഷണം ആ ലെവലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? അതിനെ പറയാം. ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ അന്വേഷിച്ചൊക്കെ ഇവിടുത്തെ വിജിലൻസ് നോക്കിയാൽ അതൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് ശക്തിയാന്നുള്ള ആർക്കറിയാം. പിണറായി വിജയനാണ് കള്ളക്കടത്തി നടത്തിയെന്നും അങ്ങോട്ട് ഡോളർ കയറ്റിക്കൊണ്ട് പോയെന്ന് തിരിച്ച് സ്വർണ്ണം കൊണ്ടുവന്നൊക്കെ എല്ലാം സത്യമാണ്. സ്വപ്ന സുരേഷ് വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട്. അതിനകത്തൊന്നും തർക്കമൊന്നും ആർക്കില്ല. പ്രശ്നം അതല്ല, ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇത് നിയമപരമായി സാമ്പത്തിക സർക്കാരിന് കിട്ടേണ്ട കാശ് കിട്ടാതെ കൊള്ളയടിച്ചിരിക്കുക. അതായത് മാസപ്പടി ഇഷ്യൂ ആണ് പറയുന്നത്. അതെ, 40,000 കോടി രൂപയുടെ സ്വത്താണ് കേരളത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതാരാ കൊണ്ടുപോയത്? CMRലും KICDCയും നമ്മുടെ പിണറായിയുടെ മകളും ഉത്തരവാദിയാണ്. മകൾക്ക് എന്താ അധികാരം? ഇല്ലല്ലോ. മകൾ അങ്ങനെ ചെയ്തെങ്കിൽ അച്ഛൻ്റെ മകൾ എന്ന പേരിലുള്ള അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത്. ഇത് ഒരു അംശം വേണ്ട, തെളിയിപ്പോൾ അത് ഉടനെ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. തെളിഞ്ഞു കഴിഞ്ഞ് ഇനി അതിൻ്റെ ബാക്കി നടപടികൾ ആവശ്യം. അവരിപ്പോൾ എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, എനിക്ക് ഭയപ്പെടാനൊന്നുമില്ലെന്ന് നിയമസഭ പറഞ്ഞ പിണറായി വിജയൻ കരഞ്ഞുകൊണ്ട് എന്തിനാ ഹൈക്കോടതി പോയി? സ്റ്റേ ചെയ്ത കേസ് അന്വേഷിക്കരുതെന്ന് പറഞ്ഞു. ഒരു കേസ് അന്വേഷിക്കരുതെന്ന് ഹൈക്കോടതി പോകേണ്ട കാര്യമാണ്. കർണാടക മജിസ്ട്രേറ്റ് ജഡ്ജി ചോദിച്ചു, അത് അന്വേഷിക്കാൻ നിങ്ങൾ നിങ്ങൾ തെറ്റിയിട്ട് നിങ്ങൾ ഇതിനെ ഭയപ്പെടുന്നത്? അപ്പം മറുപടിയില്ല. മനസ്സിലായില്ല. പക്ഷേ ഈ വിഷയത്തിൽ BJPയുടെ കേരളത്തിലെ പിന്നെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെ UDFൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരോ ഒന്നും കാണിക്കാത്തൊരു ആർജവവും ചങ്കൂറ്റവുമാണ് PC ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് കാണിച്ചത്. അത് അവൻ എൻ്റെ മകനാണ്, അവൻ തന്തയ്ക്കാണ് പിറന്നത്. ആരുടെയും സ്വാധീനത്തിൽ വഴങ്ങുന്ന ഇടപാടില്ല. അവന് അവൻ ഉത്തരവാദിത്വത്തോടുകൂടി അന്വേഷിച്ച് വിശദമായി പഠിച്ച് മനസ്സിലാക്കി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക. അവന് ഇന്നും കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നും സമർപ്പിക്കണേന് കാണിച്ചായിരുന്നു. നോക്കിയോ, നാളെ കഴിഞ്ഞാൽ ഇച്ചോടെ ജനങ്ങളറിയും ഈ കൊള്ളയൊന്നും ശരിയല്ലെന്ന്. കൊള്ളയ്ക്കെതിരെയുള്ള പോരാട്ടമായത്. ഈ പിണറായിയൊക്കെ ഉണ്ടാക്കുന്ന പണത്തിന് കണക്ക് വേണ്ടേ? പിന്നെ പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല എന്ന പരാതി പൊതുസമൂഹത്തിനുണ്ട്. പ്രതിപക്ഷം മാത്രമല്ല, നിയമസഭയിൽ അംഗമില്ലാത്ത പ്രമുഖ പ്രതിപക്ഷമായ BJP പോലും വേണ്ടത്ര പ്രതിരോധിക്കുന്നില്ല ഇത്തരം വിഷയങ്ങൾ. BJPക്കാരനായ ഷോൺ ജോർജാണുള്ള പരാതിക്കാരൻ. പിന്നെ എന്നാ പ്രശ്നം? അവൻ BJP ആണ്. അവൻ പിന്നെ തർക്കമൊന്നും വേണ്ട. ഒരു സമയത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് PC ജോർജ് VS അച്യുതാനന്ദനോടൊപ്പം നിന്നുകൊണ്ട് അന്നത്തെ CPM ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശക്തമായ അതിൻ്റെ ഒരു രാഷ്ട്രീയ പകയാണോ? അതിൻ്റെ രാഷ്ട്രീയ പകയുടെ ഭാഗമായിട്ടാണോ? അത് തെറ്റാ. നിങ്ങൾ താങ്കളെ ഒരു തെറ്റ് പറഞ്ഞാലേ ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നത്. ഞാൻ VS അച്യുതാനന്ദനോട് കൂടി പിണറായിക്കെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് പിണറായിയുടെ. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഞാൻ സത്യം പറയാം. യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാനും പിണറായിയായിട്ട് ഒരു പിണക്കമില്ലാണ്. പിണറായി എന്നതിലും നല്ല മന്ത്രിയായിരുന്നു അയാൾ. അന്ന് മന്ത്രി എന്നതിൽ ചെയ്ത സൽപ്രവർത്തനം കൊണ്ട് 1767 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. അതുകൊണ്ട് ആ വൈദ്യുതി അന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അന്ന് പിണറായിയെല്ലാം വേറെ ആരും വന്നാലും നടക്കലത്. ഇപ്പോൾ സമരമെല്ലാം അതുകൊണ്ടാണ് ഇപ്പോഴും കേരളം വൈദ്യുതി ഉള്ള സംസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇരുട്ടിലായിപ്പോയത്. പക്ഷേ അങ്ങനെ എവിടെ പഴച്ചെന്നറിയോ? ലാവ്ലിൻ കേസ് മുതൽ അയാൾ പഴച്ചു. അത് ഈ ചക്കരപ്പറണ്ടിൽ അയാൾ കൈയിട്ടു. പിന്നെ നക്കാൻ തുടങ്ങി. ആ നക്ക് വാരിത്തീനായി. മുഖ്യമന്ത്രിയായപ്പോൾ വാരിത്തീനാവുന്നതുകൊണ്ട് വാരി തിന്നുകയാണ്. ഇത് വലിയ സങ്കടകരമായ സംഭവമാണ്. ഇത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായി പിണറായിയുടെ ഒരു കണക്കുമില്ല. അത് തന്നെയല്ല VS അച്യുതാനന്ദ കാര്യമുള്ള ചോദിച്ചതുകൊണ്ട് പറയാം. VS അന്ന് പ്രതിപക്ഷ നേതാവ്, ചുമ്മാ വീട്ടിൽ കുത്തിയിരിപ്പോൾ ഒരു പണിയൊന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ പ്രതിപക്ഷം എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെന്ന് ഒരു പ്രശ്നം പറയുന്നതിന് 100 ഇരട്ടി വിലയുണ്ട് VS പറഞ്ഞു. ഞാൻ VSന് കൊണ്ട് നോട്ട് കൊടുക്കും. VS നേരെ
മൂന്നാറിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിശ്വസനായിരുന്നു. പറയാം, മുഖ്യമന്ത്രി അല്ല, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അത് പറയാം. ഒരു കള്ളം പറയുന്ന ഇടപാടില്ലല്ലോ. ഞാൻ മൂന്നാറിലെ കൊള്ള മുഴുവൻ കൊണ്ട് എഴുതി കൊടുത്തു. പുള്ളി പോയേക്കാടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. ഞങ്ങൾ അവിടെ ചെന്ന് എത്ര കയ്യേറ്റങ്ങൾ ഉപയോഗിച്ചു. KICBയുടെ ബോർഡ് പോലും എടുത്തു വെപ്പിച്ചത് ഞങ്ങളാണ്. VS വയ്ക്കുമ്പോൾ ഞാൻ എടുത്തു വെപ്പിച്ചത്. അങ്ങനെ മൂന്നാറിലെ കയ്യേറ്റങ്ങളെല്ലാം 3 എന്ന പേര് കഴിഞ്ഞാൽ 3 കേട്ടാ. അവിടെ ഇപ്പോൾ 1 പോലും ഇല്ലാത്ത നിലയാണ്. ഇതൊക്കെ സമ്മതിക്കാൻ പറ്റുമോ? അങ്ങനെ VSനെ കൊണ്ടുപോയി നടന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ മതികെട്ടാൻ ഇന്നലെ ഞാൻ പോയി നോക്കിയപ്പോൾ 1000 ഏക്കർ സ്ഥലം വെട്ടി നിരത്തി കൃഷിയാക്കിയിരിക്കും. വനമേ ആരാ പേര് പറയുന്നില്ല, ആൾ മരിച്ചു പോയില്ല, അതുകൊണ്ട് പറയല. അങ്ങേരുടെ ബന്ധുക്കളാണ്. ഞാൻ VSനെ കൊണ്ട് പോയി. അവിടെ VS അവിടെ ചെന്ന് കണ്ടത് പ്രസംഗം വരുന്നതാണ്. AK ആൻ്റെന്ന് മുഖ്യമന്ത്രിയാണ്. മിനിറ്റ് വെച്ച് AK ആൻ്റെൻ്റെ പട്ടാളം വന്നു, സ്ഥലം കയ്യേറി. അത് മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് സ്ഥലമാക്കി ഫോറസ്റ്റാക്കി മാറ്റി. സെൻട്രൽ ഗവൺമെൻറ് കയ്യിലേക്ക് പോകുന്നത്, അല്ലാതെ അന്ന് പോയേനെ കയ്യേറി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് അന്നത്തെ CPM ഔദ്യോഗിക നേതൃത്വത്തിന് എതിരെ, അതായത് പിണറായി വിജയനെതിരെ കരുക്കൾ നീക്കാൻ പ്രധാനിയായിരുന്നു PC ജോർജ് എന്നും ആ രാഷ്ട്രീയമായ ഉള്ളിൽ കിടന്ന പകയാണ് ഇപ്പോൾ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിന് ശേഷം വീട്ടിൽ കയറിയുള്ള അറസ്റ്റിൽ വരെ എത്തിയതെന്നൊരു പ്രസാദ് വി കുറുപ്പ് പറയുന്നതിൽ പകുതി സത്യം. അതായത് എൻ്റെ വീട്ടിൽ കയറി അറസ്റ്റൊക്കെ ചെയ്തു. അതൊക്കെ പിണറായിയുടെ കുശുമ്പാണ്, വൈരാഗ്യം. പക്ഷേ ഞാൻ ഒരിക്കലും പിണറായി കയറിയിട്ട് ഒന്നും ചെയ്തില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. പക്ഷേ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ യഥാർത്ഥ സത്യം എന്താ വെച്ചാൽ അങ്ങനെ പ്രതിപക്ഷ നേതാവാണ് VS. അങ്ങനെ VS അങ്ങനെ ഒരിടത്തും പോകാറൊന്നുമില്ല. പ്രതിപക്ഷ എന്തായാലും ചുമ്മാ ഇരിക്കുക. അല്ല, മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹത്തിന് അത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞല്ലേ മുഖ്യമന്ത്രി. അതെ. അതായത് പ്രതിപക്ഷ നേതായിരിക്കുമ്പോൾ ഞാൻ ഈ ബന്ധപ്പെടാൻ കാരണം അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതല്ലതാണ്. എനിക്ക് അങ്ങേരുടെ ഒരു ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങേരെ ഈ അറസ്റ്റ് ചെയ്യുന്ന പൂഞ്ഞാറ്റി വെച്ചാൽ എൻ്റെ നിയമമുള്ളതല്ലേ. അങ്ങനെ പൂഞ്ഞാറിൽ അവിടെ കല്ലകളത്ത് പോകുന്ന വഴിക്ക് നമ്മുടെ പുരുഷോത്തമൻ സാറിൻ്റെയൊക്കെ പുരുഷോത്തമൻ സാർ പുരുഷോത്തമൻ സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിൽ വെച്ച് ഒളിച്ച് താമസിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഇവിടെ വന്ന് താമസിക്കാനും കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കുറവുള്ള ഒരു സ്ഥലത്താകുമ്പോൾ ഒരിക്കലും VS ഇവിടെ കാണുമെന്ന് ആരും സംശയിക്കില്ല. അങ്ങനെ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കും. പുള്ളി രാവിലെ 5 മണിക്കേറ്റ് കുളിക്കും. തോട ഏതോ ചേട്ടന്മാർ ഇത് കണ്ടു. അപ്പോൾ അവർക്കിത് മനസ്സിലായി VS ആണ്. അവർ പോലീസ് രഹസ്യമായിട്ട് വിവരം കൊടുത്തില്ല. അതിൽ രാവിലെ VS കുളിക്കാൻ ഇറങ്ങുന്നത് പിടുത്തമാണ്. പിടിച്ച് ഇവിടം മുതൽ പാലായിൽ അന്ന് സ്റ്റേഷനുള്ളൂ, മീനച്ചി സ്റ്റേഷൻ, അവിടം വരെ ഇടിച്ചു. എന്നിട്ട് കാലിനകത്ത് ബായണറ്റ് കുത്തിക്കിട്ട് വെച്ചു. അത്ര ഭീകരമായ മർദ്ദനം അങ്ങനെ സഹിച്ചു. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര മനപ്രയാസമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഏതോ നീതിക്ക് വേണ്ടി പോരാടി വേണ്ടി ഉപദ്രവിച്ചല്ലോ എന്നുള്ള വികാരം എനിക്കുള്ളത്. ഞാൻ അങ്ങനെ കാണാൻ ചെന്നു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം. ഞാൻ ചെന്നപ്പോൾ പുള്ളി പത്രം വായിക്കുക. പത്രം വായന കഴിഞ്ഞ് വർത്തമാനമെല്ലാം പറയും. പുള്ളി ഞാൻ ഈ പഴയ ആ ബാനറ്റ് കൊണ്ട് കാലെ കുത്തി പാടുണ്ട്. പുള്ളി ഇങ്ങനെ കാലെടുത്തിട്ടൊന്ന് മുകളിലോട്ട് വെച്ചു. അത് ഭയങ്കര ആരോഗ്യം. നോക്കിയപ്പോൾ ആ പാട് അതേപടി കിടക്കും. പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം. ആ ഭയങ്കര സ്നേഹമായിരുന്നു. ഈ പീരുമേഡിലൊരു പെൺകുഞ്ഞ് 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ. അപ്പം ഞാൻ പറഞ്ഞു VS നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, ഒത്തിരി പാവങ്ങളാണല്ലോ, മുഴുവൻ കോളനിയാണ്, പോയേക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ 2 ദിവസവും പുള്ളി എന്നെ വിളിച്ചു. അല്ല, ഞാൻ അങ്ങേരെ വിളിച്ചു. അങ്ങേരെ അടുത്ത് VS നമ്മൾ പോകുമ്പം ഇച്ചിരി അരി കൊണ്ട് കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ നോക്കട്ടോ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോന്നു. എനിക്കിവിടെ നിന്ന് പീരുവണ്ണ ഞാൻ മതിയല്ലോ. എന്നെ തലേദിവസം എന്നെ വിളിച്ചു. തലേദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, VS വിളിച്ചോളൂ, താൻ ഞാൻ 1 ലോഡ് അരി കൊണ്ടുവരും, താൻ 2 ലോഡ് കൊണ്ടുവരണമെന്ന്. നമ്മൾ കൊണ്ടുവന്നേക്കാം. ഞങ്ങളങ്ങനെ 3 ലോഡ് അരിയായിട്ടാണ് പോയത്. അവിടെ ചെന്ന് മുഴുവൻ വീടുകളിലും കയറി 5 കിലോ അരി വെച്ചു. അത് വാഗമൺ വരെ കൊണ്ട് കൊടുത്തു. വാഗമണ്ണ് സ്കൂളിൽ ചെന്ന് എല്ലാം പാവങ്ങളുടെ സ്കൂളാണ്. അപ്പോൾ ഒരു തമാശ ഉണ്ടായി. VSനെ കണ്ടപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടി സ്കൂളിൽ ചെന്ന് പിള്ളേർ ഡ്രസ്സ് വേണമെങ്കിൽ യൂണിഫോം ഇല്ല എന്ന് കരയൊക്കെ VSൻ്റെ അടുത്ത്. പിന്നെ VS അവിടെ പ്രസംഗിച്ച് മൈക്ക് കൊണ്ടുവന്നാരുണ്ട്. മൈക്കിലോ ഈ കുട്ടികൾക്ക് മുഴുവൻ PC ജോർജ് യൂണിഫോം നൽകുന്നതായിരിക്കുന്നു. അതും നമ്മുടെ തലയിൽ. ഞാനിവിടെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ നോക്കിയപ്പം കൊടുക്കുമ്പോൾ ചോറ് കൊടുത്തേക്കാൻ ഈ ഉഷയ്ക്ക് ഈ വലിയ ഈ സ്കൂളുകളിൽ ഈ യൂണിഫോമിൻ്റെ ഇടപാടും
ഏറ്റവും വലിയ വില കൂടിയ തുണികളാണ് മുഴുവൻ എടുത്ത് ഞാൻ ഒറ്റ 2 ദിവസം കൊണ്ട് സ്കൂളുകളിൽ 600 പിള്ളേർ മുഴുവൻ പിള്ളേർക്ക് കൊടുക്കും. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഈ BSN കൊണ്ട് നടന്നപ്പം ഉണ്ടായ സംഭവം ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഞാനും പിണറായിട്ട് ഒരു മണക്കുമില്ലെന്നേ. ഈ VSനെ ഒരു ജനകീയനാക്കി മാറ്റി എന്നുള്ളതാണ് എൻ്റെ പേരിലുള്ള പരാതി. പിണറായിയുടെ പരാതി എന്ന് മാത്രമല്ല, പുള്ളിയെ എന്തായാലും നേരിട്ട് പറയണമെങ്കിൽ ഞാൻ നിർത്തിയേക്കായിരുന്നു. ഇത് പുള്ളി വൈരാഗ്യത്തോട് എന്നെ പടങ്ങാൻ തുടങ്ങി. ആ വൈരാഗ്യ ബുദ്ധിയാണ് ഈ അവസാനത്തെ അറസ്റ്റിൽ വരെ എത്തിയത്. രസം കേട്ടോ, ഞാൻ ഈ VSനെ കൊണ്ട് നടന്ന് ഇത്രയും വലിയൊരു നന്മ ചെയ്യുന്നതിന് എൻ്റെ മനസ്സിലിരുന്ന CPMനെ എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലാഭമല്ലേ വരുത്തുന്നത് എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ തിരിച്ച് അതായത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ VS മുഖ്യമന്ത്രിയായ സമയത്ത് സത്യത്തിൽ നമ്മുടെ പിണറായിക്ക് മുഖ്യമന്ത്രിയാകാൻ പ്ലാനുണ്ടായിരുന്നു. അതിനുള്ള കരുവ് പുള്ളി നീക്കുകയായിരുന്നു. അത് ഞാൻ തകർത്തു എന്നുള്ളതാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ടല്ല, അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിൻ്റെ ആവശ്യം എനിക്കില്ല. VS പിന്നെ ഉണ്ടായ പ്രശ്നം, VS മുഖ്യമന്ത്രി തീരുമാനമായി. അപ്പോൾ എന്നെ വിളിച്ചു രാവിലെ. VSൻ്റെ ഫോൺ ഇവിടെ വന്നു. ഞാൻ എന്നെ സഹായിക്കും, താനും കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായിക്കൊള്ളാം മന്ത്രിയാകാൻ. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലാവേ ഒരിക്കലും വേണ്ട, ഞാൻ മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ടെന്നു പുള്ളി ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് പുള്ളിയുടെ വൈസ് സെക്രട്ടറി ഷാജഹാൻ പുള്ളിയോട് ചോദിച്ചു, KM ഷാജഹാൻ എന്നെ വിളിച്ചു. അതെന്താ സഖാബെ അങ്ങനെ വൃത്തികേട് പറഞ്ഞത്? നമ്മുടെ VSനെ പോലുള്ള സഖാവിനോട് ഇങ്ങനെ വർത്തമാനം പറയാമോ? മന്ത്രിയാകാൻ പറഞ്ഞ് ആകുക എന്നുള്ളതല്ലാതെ എതിർക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഷാജഹാൻ. അപ്പം ഞാൻ ഷാജഹാൻ അതിൻ്റെ കുഴപ്പം ഞാൻ പറയാം. നമ്മുടെ VS മുഖ്യമന്ത്രിയായി നമുക്കെല്ലാം സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അത് സൗമ്യമായിട്ട് അദ്ദേഹത്തിന് പോകാൻ അവസരം ഉണ്ടാകണം. ഞാൻ മന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടി കമ്മിറ്റിക്കകത്ത് അടിയാണ്. ആ അടിയുണ്ടാക്കി പുള്ളി മുഖ്യമന്ത്രി ആയാലും അത് പുള്ളിക്ക് ഗുണകരമാവില്ല. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പം ഷാജഹാൻ വരും മനസ്സിലായി, ശരിയാണ്. ഞാൻ പിറ്റേ ദിവസം ഞാനവിടെ ചെന്നു തിരുവനന്തപുരത്ത്. രാവിലെ പോയി ഞാൻ കണ്ട് VSയെ കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇതാണ് രസം എന്നറിയോ, അത് കഴിഞ്ഞ് ഒരു 2 മണിയാവും പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് പുള്ളി വന്നു, എന്നെ വിളിച്ചു. ഇടോ എനിക്കാണ് ബുദ്ധി, തനിക്ക് തന്നെക്കായാലും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നേക്കാൾ ബുദ്ധി തനിക്കാണല്ലോ എന്ന് VS ഞാൻ എന്നെ അങ്ങനെ പറഞ്ഞു. ഞാൻ AK സെൻറ്ററിൽ ചെന്ന് കമ്മിറ്റി കൊടുപ്പോഴോ ഞാനാണ് തന്നെ മന്ത്രിയാക്കാൻ പോകുമെന്ന് വെച്ച് ഇവന്മാരെല്ലാം കൂടെ എന്നെ ഏറ്റവും ചാടി അങ്ങ് വീഴുകയായിരുന്നു. അന്ന് CPM വിഭാഗീയത വളരെ ശക്തമായി നിൽക്കുന്ന സമയമാണ്. അതായത് എന്നെ ആക്കാൻ പറ്റുന്നതിന് വലിയ ബഹളമാണ്. അപ്പോൾ VS ചിരിച്ചെന്ന് പറയും. കാരണം VS പറഞ്ഞാൽ അയാൾ മന്ത്രി ആകുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനെ വഴക്കുണ്ടാക്കുന്നു ചോദിച്ചാൽ അപ്പോൾ വഴക്ക് തീർന്നു. പക്ഷേ അപ്പോൾ VSനോട് ഞാൻ പറയാം എത്ര നന്നായി, അത് ഞാൻ പറയാം. ഇപ്പോൾ ഈ എന്നെ കുറിപ്പ് എന്നെ തെറ്റിദ്ധരിക്കും. ഞാൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി ആരെയും കാലം പിടിച്ചിട്ടില്ല. ഈ MLA ആയതുപോലെ പ്രത്യേക സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ദൈവനിശ്ചയം ഇത് കഴിഞ്ഞ് VSൻ്റെ കാലം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുമായും പിന്നീട് കലഹിച്ചു. തെറ്റ് കാണിച്ചാൽ തെറ്റാന്ന് പറയും. അങ്ങനെ മരിച്ചു പോയതുകൊണ്ട് തെറ്റ് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടി. അത് കഴിഞ്ഞൊരാളേ ഉള്ളൂ. പക്ഷേ അങ്ങ് എപ്പോഴും പറയുന്ന ഒരു ആക്ഷേപം, അത് പോസിറ്റീവായിട്ടാവാം നെഗറ്റീവായിട്ടാവാം, ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ പതനത്തിലേക്ക് എത്തിയത് എന്ന് പലപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോഴും പറയുന്നത് സത്യമാണ്. പക്ഷെ അങ്ങ് ആ ദൗർബല്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാം പറയണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ശുദ്ധനായ മനുഷ്യനാണ്. ഞാൻ അങ്ങനെ ഒരു തവണ കേട്ടോ, ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ UDF ആണ് ഞങ്ങളെല്ലാവരും, ഞാനും ജോസഫ് എല്ലാം കൂടെ, മാണി ഞങ്ങളെല്ലാം ഒന്നിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ആകെ 71 സീറ്റേ കിട്ടുള്ളൂ, കൃത്യം ജയിച്ച്. അപ്പോൾ ജോസഫും മാണിയും കൂടെ അന്ന് ഗസ്റ്റ് ഹൗസിൽ കൂടി എറണാകുളത്ത് 2 മന്ത്രിസ്ഥാനം മതിയും തീരുമാനിച്ചു. എനിക്കതിന് തർക്കമില്ല, എന്നെ മന്ത്രിയാക്കണം എനിക്ക് ആഗ്രഹം പറഞ്ഞിട്ടുമില്ലല്ലോ. പക്ഷേ ഇതറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബില്ലേ ലീഗിൻ്റെ, അവർ കൂടെ ചെന്നു ഗസ്റ്റ് ഹൗസ്. എന്നുവെച്ചാൽ അവർ പറഞ്ഞു, നിങ്ങൾ 3 മന്ത്രിസ്ഥാനം എടുത്തു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ലീഗ് 4 എടുക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ 3 എടുക്കണം. കാരണം ജോറിനെ കൂടെ മന്ത്രിയാക്കണം, ഒരു മര്യാദ. കാരണം ഞാൻ പിരിഞ്ഞാൽ ഗവൺമെൻറ് ഇല്ല. തീർച്ചയായിട്ടും അങ്ങനെ വല്ല മന്ത്രിക്ക് പേടിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞത്. അപ്പോൾ മാണിയും ജോസഫ് സാധ്യമല്ല, ഞങ്ങൾക്ക് 2 മതിയെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ച് പറഞ്ഞു, ജോറി ഇങ്ങനെയാണ് ഇവർ പറയുന്നത്, അതുകൊണ്ട് ജോറി പറഞ്ഞ് 3 ആക്കി ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു.
ഇതനുസരിച്ച് ഞാൻ റിസർച്ച് വന്നപ്പം മാണി എന്നോ ജോറെ ഞാനും അവസരത്തിന് ചർച്ച ചെയ്തു, 2 മന്ത്രിസ്ഥാനം മതിയും തീരുമാനിച്ചു. ഒരു കുഴപ്പമില്ല, മതിയെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് സൗകര്യമില്ലെന്ന് ഇവന്മാർ എന്നെ തിന്നാനൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഈ കേരള കോൺഗ്രസ്സിൽ MLA ആയി ആദ്യമായി നിയമസഭയിലെത്തിയ PC ജോർജിനെ അന്നത്തെ KM മാണി നേരിട്ടത് പലരും പറയുന്നത് പലതരത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ചും പലതരത്തിലുള്ള കേസുകൾ കൊടുത്തുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു അത് തുടർന്നു എന്നാണോ പറയുന്നത്? അല്ല, അത് പറയാൻ എനിക്ക് ഉറപ്പ് അപ്പോൾ മനസ്സിലാവും. മാണി സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ട മതി. കഴിഞ്ഞ് ഞങ്ങളെ കോട്ടയത്ത് പാർട്ടി കമ്മിറ്റി വിളിച്ചിരിക്കുക. 212 അംഗ 218 അങ്ങനെ മാണിയുടെ ഓഫീസ്, ഇപ്പോഴത്തെ മാണിയുടെ ഓഫീസ് തന്നെ. ഞങ്ങൾ കമ്മിറ്റി തുടങ്ങിയപ്പോൾ മാണി സാറായിട്ട് ഇങ്ങനെ നമുക്ക് 2 മന്ത്രിസ്ഥാനമേ ഉള്ളൂ, 3 ചോദിച്ചിട്ട് കോൺഗ്രസ് തരുന്നില്ല. കോൺഗ്രസ് ആകാൻ പറഞ്ഞ് കൊടുക്കാത്തതാണ്. ജോർജിനെ കൂടെ മന്ത്രിയാക്കേണ്ട ആവശ്യമാണ് മാണി സാർ പ്രസംഗിക്കുക. അപ്പോൾ ഈ 3 എന്നുള്ളത് 2 ആക്കി ചുരുക്കിയത് മാണി ജോസഫും കൂടെ ഏച്ച് പാർട്ടി കമ്മിറ്റി പറഞ്ഞ് തന്നെ കോൺഗ്രസ് തരാത്തതാണ്. ഞാനിങ്ങനെ മാണിയുടെ മുഖത്തോടെടുക്കും. മാണി അന്നേരം ചമ്മി. അയച്ച് ഔസേപ്പച്ചല്ലേ പി ജോസഫ് പേറ്റിച്ച് പറയുന്നത് ജോർജ് മന്ത്രിസഭയില്ലാതെ ഞങ്ങളെങ്ങനെ മന്ത്രിയാവുന്നവരെ ജോസഫ്. എനിക്ക് തലയില്ലാകണം പറഞ്ഞു എന്നത് ചെയ്യുന്നതിന് മറുപടി. ചുമ്മാ കോൺഗ്രസ് വല്ല തെറ്റും ചെയ്തു. കേരള കോൺഗ്രസ്സുകാർ മുഴുവൻ കോൺഗ്രസ് വിരുദ്ധരാകല്ലേ ഇത്. ഞാൻ അവിടെ നിന്നൊക്കെ മൂത്രം ഒഴിക്കാൻ ഇറങ്ങുന്നതിന് ഇറങ്ങിയിട്ട് മാണിസാറിനെ തോട്ടി. മാണിസാറും പുറകെ വന്നു. ഈ മാണിയുടെ ഓഫീസിലൊരു ഈ ഓഡിറ്റോറിയത്തിന് തൊട്ടിപ്പുറം ഒരു വലിയ ബാത്റൂമാണ്. അതിപ്പോഴും ആ മുറി തന്നെയാണ്. ഞാൻ അതിനകത്തോട്ട് മാണിസാറിന് കഥ കടച്ച് എനിക്ക് ഈ വെള്ളം ബക്കറ്റ് താഴെ പൊക്കിയിരിക്കുന്ന ടാപ്പ് സൗണ്ട് ചെയ്തു. ടാപ്പ് എടുത്താൽ ഞാൻ പിടിച്ചു. തന്തയ്ക്ക് ഉറക്കാത്താൻ പറഞ്ഞു. താനും ജോസഫും കൂടെ ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് വേണ്ടെന്ന് വെച്ചപ്പോൾ തന്നെ അപമാനിക്കണം അങ്ങനെ ചോദിച്ചു. കോൺഗ്രസ് എന്നാ പറയുന്നത് ചോദിച്ചു. ഒറ്റ കരച്ച് മനസ്സിലായി. ജോറെ പറ ഔസേപ്പച്ചൻ സമ്മതിച്ചാൽ എനിക്ക് ഔസേപ്പച്ചൻ സമ്മതിക്കാല. അപ്പോൾ ഔസേപ്പച്ചൻ അതിനകത്ത് പറയുന്നത് പിന്നെയും മനസ്സിലായി. ഞാൻ പറയും പക്ഷേ മേലിൽ കോൺഗ്രസ് വൃത്തികൾ പറഞ്ഞേക്കുന്നത് നമ്മൾ 2 മതി നമ്മുടെ പാർട്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരേ തിരിവില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.